ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മളുടെ ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ആദ്യത്തെ ഫങ്ഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. അക്കൗണ്ടിങ് ആസ് എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്. റെക്കോർഡ് ചെയ്യാൻ ജേർണൽ ഉണ്ടെന്ന് പറഞ്ഞു, ക്ലാസിഫിക്കേഷൻ ലെഡ്ജറും, അതുപോലെ സമ്മറൈസിങ് ചെയ്യുന്നതിന് വേണ്ടി ട്രയൽ ബാലൻസും ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ അപ് ടു റെക്ടിഫിക്കേഷൻ ഓഫ് എറർ ഫസ്റ്റ് മൊഡ്യൂളിൽ കവർ ചെയ്തു. ഇനിയും അക്കൗണ്ടിങ്ങിന്റെ അടുത്ത ഫങ്ഷൻസ് ആണ് ഈ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അടുത്ത ഫങ്ഷൻസ് ഏതൊക്കെയാ? അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്. അത് കഴിഞ്ഞാൽ അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട്സ്. ഇതിൽ അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ഈ ഒരു ഫുൾ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നടത്തുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെയാണ് എന്ന് കഴിഞ്ഞ മൊഡ്യൂളിൽ ഞാൻ പറഞ്ഞായിരുന്നു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് വെച്ച ഈ ഒരു ഡേറ്റയുടെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? പ്രിപ്പയർ ചെയ്യുന്ന ഒരു എന്താ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതിനകത്ത് ഒരു ഘടകം മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ഘടകങ്ങളുണ്ട്. അതിനകത്തെ കോമ്പണൻസ് ആണ് ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഒരു സാധാരണഗതിയിൽ ഒരു ഓർഗനൈസേഷന് മിനിമം ഇത്രയുമെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായി കാണും. ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട്, അതുപോലെ ബാലൻസ് ഷീറ്റ്. സോ ഇതാണ് ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട് എന്താണ്, ബാലൻസ് ഷീറ്റ് എന്താണ്, ഇതാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് ഈ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. അപ്പൊ അതിന് നമുക്ക് മനസ്സിലാക്കണം എന്താണ് ട്രേഡിംഗ് എന്നുള്ളത്. ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഗുഡ്സോ സർവീസോ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാ ട്രേഡിംഗ്. ഒരാൾ ഒരു ട്രേഡർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യുന്നു? ഗുഡ്സോ സർവീസോ മേടിച്ച് മറിച്ചു വിൽക്കുന്നു. അതാണ് ഒരു ട്രേഡർ ചെയ്യുന്നത്. മാനുഫാക്ചർ ചെയ്യുന്നത് അദ്ദേഹം മാനുഫാക്ചർ ചെയ്ത് വിൽക്കുന്നു. സോ ട്രേഡിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ബൈയിങ് ഗുഡ്സ് ഓർ സർവീസ് ആൻഡ് സെല്ലിംഗ് ഇറ്റ്. അപ്പം ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ എ മോണിറ്ററി ബെനിഫിറ്റ്, അതിനെ ട്രേഡിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പം ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്ന ഒരു എന്താ പറയുക അക്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ട്രേഡിംഗ് അക്കൗണ്ട്. So trading account is part of financial statement that show the result of buying and selling of goods. അപ്പൊ ഗുഡ്സിന്റെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് മൂലം ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് കിട്ടുന്ന എന്താ പറയുന്നത് ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് അത് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ആണ്. സ്റ്റേറ്റ്മെന്റ് ഒരു അക്കൗണ്ട് ആണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഈ ട്രേഡിംഗ് അക്കൗണ്ടിലൂടെ ആ ഒരു ഓർഗനൈസേഷന് ലഭിക്കുന്ന ഗ്രോസ് പ്രോഫിറ്റ് എത്ര, അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ ഗ്രോസ് ലോസ് എത്ര എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? സോ ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷന്റെ ട്രേഡിങ്ങിലൂടെയുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് മനസ്സിലാക്കുക. ട്രേഡിങ്ങിലൂടെയുള്ള പ്രോഫിറ്റിനെ ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് വിളിക്കുന്നത്. കാരണം ഇത് ഫൈനൽ പ്രോഫിറ്റ് അല്ല, ട്രേഡിങ്ങിലൂടെ മാത്രം ലഭിച്ച പ്രോഫിറ്റ് ആണ് ഇവിടെ നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ ലോസ് ആണെങ്കിൽ ഫൈനൽ ലോസ് അല്ല, ട്രേഡിങ്ങിലൂടെ ലഭിച്ച മാത്രമുള്ള ലോസ് ആണ്. അതാണ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് എന്ന് വിളിക്കുന്നത്. സോ ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് ആൻ അക്കൗണ്ട് വിച്ച് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ട്രേഡിംഗ് ആൻഡ് ഇറ്റ് ഹെൽപ്പ് യു ടു ഫൈൻഡ് ഔട്ട് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. എങ്ങനെയായി ഗ്രോസ് പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കുന്നത്? നിങ്ങളുടെ സെയിൽസ് എടുക്കും, ഈ സെയിൽസിൽ നിന്ന് എന്ത് കുറയ്ക്കും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കും. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എമൗണ്ട് ആണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും, നെഗറ്റീവ് എമൗണ്ട് ആണെങ്കിൽ അത് ഗ്രോസ് ലോസ് ആയിരിക്കും. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താണെന്ന് കഴിഞ്ഞ മൊഡ്യൂളിൽ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, അതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. നമ്മൾ വിറ്റ സാധനത്തിന്റെ വില, അത് നമ്മൾ വിറ്റ് കിട്ടി
പൈസയിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള ഇൻഫർമേഷൻ കിട്ടും. സോ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ പ്രധാനമായിട്ടുമുള്ള കോമ്പണൻസ് എന്ന് പറയുന്നത് സെയിൽ റവന്യൂ ആണ്. ടോട്ടൽ ഇൻകം ഫ്രം സെല്ലിംഗ് ഗുഡ്സ് സെല്ല് ചെയ്ത് കിട്ടുന്ന സെയിൽ റവന്യൂ, അത് ഒരു ട്രേഡിംഗ് അക്കൗണ്ടിലെ പ്രധാനപ്പെട്ട കോമ്പണന്റ് ആയിരിക്കും. പിന്നുള്ള ഒരു പ്രധാനപ്പെട്ട കോമ്പണന്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതാണ് ഡയറക്റ്റ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡ്യൂസിങ് ഓർ പർച്ചേസിങ് ദ ഗുഡ്സ് സോൾഡ്. നമ്മൾ മേടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വിറ്റ ഗുഡ്സിന്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, നമ്മൾ വിറ്റ ഗുഡ്സിന്റെ കോസ്റ്റ്. സോ ഇതിനെ രണ്ടിനെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്താ പറയുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കിട്ടും. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനകത്ത് വരുന്ന കോമ്പണൻസ് ഏതൊക്കെയാ? ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, പിന്നെ എക്സ്പെൻസുകൾ, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ക്ലിയർ? സോ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽ റവന്യൂ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് സെയിൽ റവന്യൂവിൽ ഇത് കുറയ്ക്കുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ്. ഫോർമുല ഫോർ ഗ്രോസ് പ്രോഫിറ്റ് സെയിൽ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ ആണോ? അതൊന്നുകൂടെ റിപ്പീറ്റ് ആയി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അതാണ് അതിന്റെ ഫോർമുല. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും, അതൊരു അക്കൗണ്ട് ആണെന്ന് പറഞ്ഞു. അക്കൗണ്ട് ആണെങ്കിൽ അതിന് ഒരു ഡെബിറ്റ് സൈഡും കാണും, ഒരു ക്രെഡിറ്റ് സൈഡും കാണും. ഇതിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെ, ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെ. അതിന് മുന്നേ ഞാൻ ഇതിന്റെ ഒരു ഫോർമാറ്റ് കാണിക്കാം. ഇതാണ് ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. ഇങ്ങനെയാണ് ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് അക്കൗണ്ട് ഒരൊറ്റ ഫോർമാറ്റിൽ നമ്മൾ വരയ്ക്കുന്നതിനെയാണ് ട്രേഡിംഗ് പി ആൻഡ് എന്ന് വിളിക്കുന്നത്. രണ്ട് അക്കൗണ്ടിന്റെ കോമ്പിനേഷൻ ഇത്. ഇതിന്റെ ഒന്നാമത്തെ പാർട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഇനി ഇതിന്റെ രണ്ടാമത്തെ പാർട്ടാണ് പി ആൻഡ് എൽ അക്കൗണ്ട്. ഈ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, ക്രെഡിറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്ന കാര്യമാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഡെബിറ്റില് കുറെ ഐറ്റംസ് ഉണ്ട് ക്രെഡിറ്റിനെ അപേക്ഷിച്ച്, അല്ലെ? ഇവിടെ എക്സ്പെൻസ് ലോസ് എന്നുള്ള കാര്യം അതിന് പകരം പർട്ടിക്കുലേഴ്സ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. റവന്യൂ ഗെയിന് പകരം പർട്ടിക്കുലേഴ്സ് എന്ന് മാത്രം എഴുതിയാൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പൊ ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ ഐറ്റംസ് ആ ഉള്ളത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. അതായത് ആ വർഷം ആരംഭിച്ചപ്പം നമ്മളുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ടോ അതിനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. സോ ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. പിന്നെ പർച്ചേസസ് ഉണ്ട്. നമ്മൾ മേടിച്ച ആ വർഷം നമ്മൾ ഇനി അഡീഷണലി മേടിച്ച സാധനങ്ങൾ, പർച്ചേസസ് ഉണ്ട്. പിന്നെ കുറെ എക്സ്പെൻസുകളാണ്. വേജ്, ക്യാരിയേജ് ഇൻവേർഡ്, ഫ്രൈറ്റ് ഇൻവേർഡ്, അങ്ങനെ കുറെ എക്സ്പെൻസുകളുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാ ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനുമായി ഡയറക്റ്റ് റിലേഷൻ ഉള്ള എക്സ്പെൻസ്, അതിനെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്. പ്രൊഡക്ഷനുമായി ഡയറക്റ്റ് റിലേഷൻ വേണം. ഇൻഡയറക്റ്റ് റിലേഷൻ പോരാ, ഡയറക്റ്റ് റിലേഷൻ. ഇതില്ലെങ്കിൽ പ്രൊഡക്ഷൻ നിന്നു പോകും. ആ ലെവലിലുള്ള റിലേഷൻ, ഡയറക്റ്റ് റിലേഷൻ വിത്ത് പ്രൊഡക്ഷൻ, അതിനാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്. വേജ് എടുത്താൽ നമുക്കറിയാം, ദിവസക്കൂലി കൊടുക്കാതെ ആൾക്കാർ എന്ത് ചെയ്യത്തില്ല, വർക്ക് ചെയ്യത്തില്ല. സോ വേജ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയറക്റ്റ് എക്സ്പെൻസ്. അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചു വെച്ചോ, വേജ് ഈസ് അസ്യൂംഡ് ടു ബി എ മെയിൻ ഡയറക്റ്റ് എക്സ്പെൻസ്. ക്ലിയർ? വേജ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അതാണ് പ്രൈമറി അസംഷൻ. ഇതിന്റെ കോൺട്രറി ആയിട്ട് പറയുന്നില്ല എങ്കിൽ ഓൾവേസ് അസ്യൂം വേജ് ആസ് ഡയറക്റ്റ് എക്സ്പെൻസ്. അതേപോലെ സാലറി ആസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. വേജും സാലറിയും ഒരാൾക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷനാണ്. വേജ് ഡെയിലി ബേസിസിൽ കൊടുക്കുന്ന റെമ്യൂണറേഷൻ. ഇന്ന് ചെയ്ത തൊഴിലിന് ഇന്ന് തന്നെ പൈസ കൊടുത്താൽ അതാണ് വേജ്. അതൊരു മാസം കൂടുമ്പോൾ കൊടുക്കുമ്പോഴാണ് സാലറി. അക്കൗണ്ടിങ്ങിൽ എപ്പോഴും നമ്മൾ അസ്യൂം ചെയ്യുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അസ്യൂം ചെയ്യുന്നത്, മറ്റൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ വേജ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്നും സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്നുമാണ് അസ്യൂം ചെയ്യുന്നത്. അസംഷൻ. ഇതിന് കോൺട്രറി ആയി പറയുക, വേജ് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞാൽ അവിടെ എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ സാലറി ഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞാൽ അവിടെ എടുക്കാവുള്ളൂ. ഓക്കെ, അപ്പൊ സാധാരണ നോർമൽ കോഴ്സിൽ അസംഷൻ ഇങ്ങനെയാ, വേജ് ഡയറക്റ്റ് ആയിരിക്കും, സാലറി ഇൻഡയറക്റ്റ് ആയിരിക്കും. അതുപോലെ ക്യാരിയേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാക്ടറിയിലോട്ട് സാധനം കൊണ്ടു, അതിന് നമ്മൾ ചുമട്ടുകൂലിയോ എന്തെങ്കിലും കൊടുത്തു ക്യാരിയേജിന്, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന വാഹനത്തിന്റെ വാടക, അതാ ക്യാരിയേജ് ഇൻവേർഡ്, ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സോ ഈ ക്യാരിയേജ് ഇൻവേർഡും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സാധനം ഫാക്ടറിയിലോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ പ്രൊഡക്ഷൻ നടക്കത്തില്ല, ഡയറക്റ്റ് എക്സ്പെൻസ്. ഇനി ക്യാരിയേജ് ഔട്ട്വേർഡ് ആണെങ്കിൽ ഫാക്ടറിയിൽ നിന്ന് വെളിയിലോട്ട് പോകും. അപ്പൊ പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷമേ സാധനം വെളിയിൽ പോകത്തുള്ളൂ. സോ ക്യാരിയേജ് ഔട്ട്വേർഡ് ഇൻഡയറക്റ്റ്. അപ്പൊ ആ രീതിയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ക്യാരിയേജ് ഇൻവേർഡ് ഡയറക്റ്റ് എക്സ്പെൻസ്, ക്യാരിയേജ് ഔട്ട്വേർഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഉണ്ടാക്കിയ സാധനം വെളിയിലോട്ട് കൊണ്ടുപോകാനുള്ള എക്സ്പെൻസ്. പിന്നെ ഫ്രൈറ്റ് ഇൻവേർഡ് എന്ന് പറഞ്ഞു, കാരണം ഫ്രൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള ടാക്സ്.
ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പം ചെക്ക് പോസ്റ്റിലോ മറ്റോ പേ ചെയ്ത ടാക്സ്. ആ ടാക്സ് എന്താ ഇൻവേർഡ് ടാക്സ് ആണ്, അതായത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, കൊണ്ടുവന്നാലേ പ്രൊഡക്ഷൻ നടക്കും, ഡയറക്റ്റ് ആണ്. സോ ഇത്തരത്തിലുള്ള ഡയറക്റ്റ് എക്സ്പെൻസുകൾ കാണും. ഇനി ക്രെഡിറ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ സെയില് കാണും. സെയില് മാത്രമല്ല ഒരു ഐറ്റവും കൂടെ വരും, അതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിനകത്ത് നമ്മൾ മേടിച്ച സ്റ്റോക്കും അതുപോലെ നമ്മുടെ കയ്യിൽ ഓപ്പണിംഗ് ഉള്ള സ്റ്റോക്കും മുഴുവനായിട്ട് ഉപയോഗിച്ചെങ്കിൽ ഒരിക്കലും ക്ലോസിംഗ് സ്റ്റോക്ക് വരത്തില്ല. അത് ഉപയോഗിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, വിൽക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാം സെയിലായി പോയിട്ടില്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വരും. അപ്പൊ ഇത് വന്നേ തീരുവൊന്നുമില്ല. ബാക്കി എല്ലാ ഐറ്റംസും ഉറപ്പായിട്ടും കാണും. ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. വിൽക്കാതെ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്കും ഒരു ഇമ്പോർട്ടന്റ് ഐറ്റം. സോ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് കാണും, പിന്നെ പർച്ചേസ് കാണും, അതുപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് കാണും. ഈ 3 ഐറ്റം ആണ് ഉള്ളത്. ഇനി ക്രെഡിറ്റ് സൈഡിലുള്ളത് സെയിൽ കാണും. ഈ സാധനം വിറ്റതിന്റെ സെയിൽ കാണും. വിൽക്കാതെ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കും കാണും. മൊത്തം മെയിൻ ആയിട്ട് 5 ഐറ്റം ഉള്ളത്. ഇത്രയും ഐറ്റംസ് എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ബാലൻസിങ് ചെയ്യാം. 2 സൈഡും കൂട്ടി നോക്കും. അതിൽ ഏത് സൈഡാണോ കൂടുതലായിട്ട് നിൽക്കുന്നത് ആ എമൗണ്ട് 2 സൈഡിലും എഴുതും. എന്നിട്ട് അതിൽ കുറവ് നിൽക്കുന്ന ആ ഒരു സൈഡില് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ബാലൻസ് കണ്ടുപിടിക്കും. ബാലൻസ് കണ്ടുപിടിക്കും. ഓക്കെ ആണോ? ഈ ബാലൻസ് നമുക്ക് ഡെബിറ്റ് സൈഡിലാണ് കിട്ടുന്നതെങ്കിൽ അത് നമ്മുടെ പ്രോഫിറ്റ്, അതിനെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വിളിക്കും. ഇനി ക്രെഡിറ്റ് സൈഡിലാണ് കിട്ടുന്നതെങ്കിൽ അതൊരു മിസ്റ്റേക്ക് ആണ്. ഫോർമാറ്റിലെ ഇവിടെ വരത്തുള്ളൂ ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് ലോസ് ക്യാരിയുടെ അത് ലോസ് ആയി. സോ ഡെബിറ്റ് സൈഡിൽ കിട്ടിയാൽ പ്രോഫിറ്റും ക്രെഡിറ്റ് സൈഡിൽ കിട്ടിയാൽ ലോസും ആയിരിക്കും. ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പ്രധാനമായി പറയാനുള്ളത്, അതിന്റെ ഫോർമാറ്റും കാര്യങ്ങൾ. സോ അതിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ഡയറക്റ്റ് എക്സ്പെൻസ്. ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് കിട്ടുന്നത് ഡെബിറ്റ് സൈഡിലാണ്. ബാലൻസ് ക്യാരി ഡൗൺ കിട്ടുന്നതെങ്കിൽ അത് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. ഇനി ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് ക്യാരി ഡൗൺ കിട്ടുന്നതെങ്കിൽ അത് ഗ്രോസ് ലോസ് ആയിരിക്കും. ഓക്കെ ആണോ? ഇനി ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് എങ്ങോട്ടേക്ക് നമ്മൾ ഇറക്കും? അത് P&L അക്കൗണ്ടിലേക്ക് ബ്രിങ് ഡൗൺ ചെയ്യും, ബ്രോട്ട് ഡൗൺ ചെയ്യും. ഗ്രോസ് ലോസ് ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൊണ്ടുവരും. ഗ്രോസ് ലോസ് ബ്രോട്ട് ഡൗൺ. ഓക്കെ ആണോ? ഇനിയും ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൊണ്ടുവരും. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ. ക്ലിയർ അല്ലേ? സോ ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ഐറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതായത് ഡെബിറ്റ് സൈഡിൽ വരുന്ന ഓരോ ഐറ്റവും ഏതൊക്കെ, ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഓരോ ഐറ്റവും ഏതൊക്കെ. ഐറ്റംസ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഞാൻ പറഞ്ഞു 3 ഐറ്റം പ്രധാനമായി വരുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് വരും, പർച്ചേസ് ലെസ് റിട്ടേൺസ് വരും, പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് വരും. അത് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ അവസാനം ബാലൻസ് ആയിട്ട് പ്രോഫിറ്റ് ആണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റും ഡെബിറ്റ് സൈഡിൽ തന്നെ വരും. ഇത്രയും കാര്യങ്ങളാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. ഒന്നാമത്തെ ഐറ്റം നോക്കാം, ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മളുടെ കയ്യിൽ ഉള്ള സ്റ്റോക്കാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അത് നമ്മൾ മേടിച്ചതല്ല, കഴിഞ്ഞ വർഷം മേടിച്ചതായിരിക്കും, കഴിഞ്ഞ വർഷം വിൽക്കാതെ മാറ്റി വെച്ചതായിരിക്കും. അതുകൊണ്ടാണ് ഈ വർഷം നമ്മൾ ആരംഭിക്കുന്നത്. സോ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും ഈ വർഷത്തെ നമ്മളുടെ ഓപ്പണിംഗ് സ്റ്റോക്ക്. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഇൻ ഹാൻഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ. ഒരു അക്കൗണ്ടിങ് ഇയറിന്റെ തുടക്കത്തിൽ നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്കിനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് ദ സ്റ്റോക്ക് ഓഫ് ഗുഡ് വിച്ച് ഹാസ് ബീൻ ക്യാരിഡ് ഫോർവേഡ് ഫ്രം പ്രീവിയസ് ഇയർ ആൻഡ് റിമെയിൻ അൺചേഞ്ച്ഡ് ഡ്യൂറിംഗ് ദ ഇയർ ആൻഡ് അപ്പിയർ ഇൻ ട്രയൽ ബാലൻസ്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കാണ്. ഈ വർഷം ആദ്യം ഇതുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ക്ലിയർ ആണോ? ഇതിനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. സ്റ്റോക്ക് വിത്ത് വിച്ച് വി ബിഗിൻ അവർ അക്കൗണ്ടിങ് ഇയർ. നമ്മുടെ അക്കൗണ്ടിങ് ഇയർ നമ്മൾ ആരംഭിക്കുന്ന ഏത് സ്റ്റോക്ക് വെച്ചാണോ അതിനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. ഇൻ ദ ട്രേഡിംഗ് അക്കൗണ്ട് ഇറ്റ് അപ്പിയർ ഓൺ വിച്ച് സൈഡ്? ഡെബിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിലായിരിക്കും ഓപ്പണിംഗ് സ്റ്റോക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്തിന്റെ പാർട്ടായിരിക്കും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ പാർട്ടായിരിക്കും. ഇറ്റ് ഫോംസ് പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കാരണം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ ഒന്നാമത്തെ ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക്.
ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കൂടെ ആ വർഷം മേടിച്ചിട്ടുള്ള ഗുഡ്സ് പർച്ചേസസ്, അത് പർച്ചേസ് ലെസ് റിട്ടേൺ ആണ് പർച്ചേസസ്. എന്നിട്ട് അതിന്റെ കൂടെ ഡയറക്റ്റ് എക്സ്പെൻസും കൂട്ടുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നു. അപ്പോഴാ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് കിട്ടുന്നത്. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ ഒന്നാമത്തെ ഐറ്റവും കൂടെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ ഇതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് ഐറ്റം വിച്ച് കംസ് ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഒന്നാമത്തെ ഐറ്റം. രണ്ടാമത്തെ ഐറ്റം പർച്ചേസസ് ലെസ് റിട്ടേൺസ് ആണ്, അല്ലെങ്കിൽ മറ്റൊരു പേര് പറയാം നെറ്റ് പർച്ചേസ്. അപ്പൊ ഓർത്തോ, പർച്ചേസിൽ നിന്ന് റിട്ടേൺസ് കുറച്ചു കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന പർച്ചേസസിനെ വിളിക്കുന്ന പേര് നെറ്റ് പർച്ചേസ്. എന്താ റിട്ടേൺസ്? നമ്മൾ മേടിച്ച സാധനം അതിൽ എന്തെങ്കിലും കുറവോ അപാകതയോ കണ്ടെത്തി അതുകൊണ്ട് നമ്മൾ ആരിൽ നിന്ന് മേടിച്ചോ അയാൾക്ക് തന്നെ ആ സാധനം തിരിച്ചു കൊടുക്കുക, റിട്ടേൺ ചെയ്യുക. നമ്മളും കടയിൽ നിന്ന് സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഡിഫക്റ്റീവ് ക്വാളിറ്റി ആണെങ്കിൽ റിട്ടേൺ ചെയ്യത്തില്ല, അപ്പൊ അവര് നമുക്ക് പൈസ തിരിച്ചു തരും. അതുപോലൊരു സംഭവമാണ് ഗുഡ്സ് റിട്ടേൺ എന്ന് പറയുന്നത്, പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ പർച്ചേസ് എത്രയാണ്, നമ്മൾ മുഴുവനായിട്ട് മേടിച്ചത് എത്രയാണ്, അതിൽ നിന്ന് എന്തെങ്കിലും റിട്ടേൺ ചെയ്തോ, റിട്ടേൺ ചെയ്തതിൽ ആ റിട്ടേൺ കുറയ്ക്കണം. എന്നിട്ട് ബാക്കിയുള്ള പർച്ചേസ് മാത്രമേ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതാവുള്ളൂ. അതായത് നെറ്റ് പർച്ചേസ് മാത്രമേ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതാവുള്ളൂ. സോ പർച്ചേസ് ലെസ് പർച്ചേസ് റിട്ടേൺ, അതാണ് നെറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. ഈ നെറ്റ് പർച്ചേസ് ആണ് എന്തിന്റെ രണ്ടാമത്തെ ഐറ്റം? ഡെബിറ്റ് സൈഡിൽ, ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുന്ന രണ്ടാമത്തെ ഐറ്റം നെറ്റ് പർച്ചേസ്. ഓക്കെ ആണോ? സോ ഇതിനെയാണ് പർച്ചേസ് ലെസ് റിട്ടേൺ എന്ന് വിളിക്കുന്നത്. മറ്റൊരു പേര് നെറ്റ് പർച്ചേസ്. അതാണ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലെ രണ്ടാമത്തെ ഐറ്റം. പിന്നെ മൂന്നാമത്തെ ഐറ്റം ആണ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന ഒറ്റ ഹെഡിങ്ങിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന ഐറ്റം, ഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞില്ലെങ്കിൽ അതിന്റെ ഓരോരോ ഐറ്റംസ് ആയിട്ട് എടുത്ത് പറഞ്ഞാലും മതി. പക്ഷെ ഇതിനെല്ലാം കോമൺലി വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പ്രൊഡക്ഷനുമായി ഡയറക്റ്റ് റിലേഷൻ ഉള്ള എക്സ്പെൻസസ്. ഈ എക്സ്പെൻസസുകളെല്ലാം പ്രൊഡക്ഷനുമായി ഡയറക്ട്ലി റിലേറ്റഡ് ആയിരിക്കും. ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് അല്ല, ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. അപ്പൊ ഒന്നാമത്തെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് വേജസ് എന്ന് പറയുന്നത്. വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ബേസിസിൽ ഡയറക്ട്ലി ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷനെ വിളിക്കുന്ന പേരാണ് വേജ്. Wage refer to remuneration paid to worker who are directly engaged in factory for loading, unloading, production of goods and are debited to trading account. അപ്പൊ ഒരു ഫാക്ടറിയില് ലോഡിങ്, അൺലോഡിങ്, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ദിവസക്കൂലി, വേജ്. അതുകൊണ്ടാണ് അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആയി പരിഗണിക്കുന്നത്. അതെവിടെ വരും? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ. പിന്നെ മറ്റൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ക്യാരിയേജ് ഇൻവേർഡ് അല്ലെങ്കിൽ ഫ്രൈറ്റ് ഇൻവേർഡ് എന്ന് പറയുന്നത്. These expenses are items of transport expense. ഇത് ട്രാൻസ്പോർട്ട് എക്സ്പെൻസുകളാണ്. അതായത് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുവരണം? നമ്മുടെ ഫാക്ടറി, പ്ലേസ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഫാക്ടറിയിലോട്ട് കൊണ്ടുവരണം. കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ചെലവാകുന്ന പൈസ അതൊന്നെങ്കിൽ ക്യാരിയേജിന്റെ ബന്ധപ്പെട്ട പൈസ ആയിരിക്കാം. അതായത് അത് ഏത് വാഹനമാണോ കൊണ്ടുവന്നത് അതിന്റെ കൂലി, ക്യാരിയേജ് ഇൻവേർഡ്, കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പൈസ, അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആ, പ്രൊഡക്ഷനുമായി ഡയറക്റ്റ് റിലേറ്റഡ്. അല്ലെങ്കിൽ കൊണ്ടുവരുന്ന വഴിയിൽ നമ്മൾ പേ ചെയ്ത ഏതെങ്കിലും തരത്തിലുള്ള ടാക്സ്, ഫ്രൈറ്റ് ഇൻവേർഡ്, അതും ഡയറക്റ്റ് എക്സ്പെൻസ് ആ, ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് എക്സ്പെൻസ്. These items are paid in respect of purchase made during the year and are debited to trading account. സോ നമ്മളുടെ പ്രൊഡക്ഷന് വേണ്ടിയുള്ള സാധനം മേടിച്ച് അത് ഫാക്ടറിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചെലവായത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് എന്ത് ചെയ്യും? ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഇപ്പൊ ഡെബിറ്റ് സൈഡിൽ വരുന്ന അടുത്ത ഐറ്റം ക്യാരിയേജ് ഇൻവേർഡ് അല്ലെങ്കിൽ ഫ്രൈറ്റ് ഇൻവേർഡ്. പിന്നെ വരുന്നത് ഫ്യൂവൽ, വാട്ടർ, പവർ, ഗ്യാസ് എക്സെട്ര. ഫാക്ടറി പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഫ്യൂവൽ ആവശ്യമാണ്, അല്ലെങ്കിൽ വാട്ടർ ആവശ്യമാണ്, പവർ അല്ലെങ്കിൽ ഗ്യാസ് എന്തെങ്കിലും തരത്തിലുള്ള ഫ്യൂവൽ ആവശ്യമാണ്, അതിന്റെ എക്സ്പെൻസ്, അത് ഡയറക്റ്റ് എക്സ്പെൻസ്. These items are used in production process and hence are part of expenses. So the direct expense എന്ന ഗണത്തിൽ വരും. പിന്നെ പാക്കേജിംഗ് മെറ്റീരിയലും പാക്കേജിംഗ് ചാർജസും. നമ്മൾ ഉണ്ടാക്കിയ സാധനം പാക്ക് ചെയ്ത് കഴിയുമ്പോഴേ അത് നമ്മുടെ പ്രോഡക്റ്റ് ആയി മാറത്തുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ ഉണ്ടാക്കി അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, പ്രോപ്പർ ആയിട്ട് പാക്ക് ചെയ്തിട്ട് വേണം കൊടുക്കേണ്ടത്. സോ കോസ്റ്റ് ഓഫ് പാക്കിംഗ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ പ്രോഡക്റ്റ് ആർ ഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പൊ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസും ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. കാരണം ആ മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ പ്രോഡക്റ്റിനെ മാർക്കറ്റിലേക്ക് റെഡിയാക്കാൻ നമുക്ക് സാധിക്കത്തില്ല. സോ പാക്കിംഗ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ പ്രോഡക്റ്റ് ആർ ഡയറക്റ്റ് എക്സ്പെൻസസ് ആസ് ഇറ്റ് റെഫേഴ്സ് ടു സ്മോൾ കണ്ടെയ്നർ. ചെറിയ കണ്ടെയ്നർ ആകാം, നമ്മുടെ പ്രോഡക്റ്റ് ഇടുന്ന ചെറിയ കണ്ടെയ്നർ ആകാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അതിലായിരിക്കും നമ്മുടെ ഗുഡ്സ് വിൽക്കുന്നത്.
However, the packing refers to the big container that are used for transporting goods and is regarded as an indirect expense debited to profit and loss account. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഗുഡ്സ് പാക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ആയിട്ട് പാക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ പാക്കിംഗ് മെറ്റീരിയൽസ് ഇല്ലേ, അതാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഇതെല്ലാം കൂടെ പാക്ക് ചെയ്തതിനു ശേഷം ചിലപ്പോൾ വലിയൊരു കണ്ടെയ്നറിലാക്കിയിട്ടായിരിക്കും നമ്മളുടെ വിൽക്കാനുള്ള സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. ആ കണ്ടെയ്നർ ഒരിക്കലും എന്തിന്റെ ഭാഗമായിരിക്കത്തില്ല, ഡയറക്റ്റ് എക്സ്പെൻസിന്റെ ഭാഗമായിരിക്കത്തില്ല. സോ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് യൂസ് ഫോർ പാക്കിംഗ് ആർ പാർട്ട് ഓഫ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇതെല്ലാം കൂടെ ഒരു വലിയൊരു കാർട്ടൺ ആക്കിയിട്ട് പല പല യൂണിറ്റ്സ് ആക്കിയിട്ടാണ് കടയിലേക്ക് എത്തിക്കുന്നതെങ്കിൽ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടേ കണക്കാക്കത്തുള്ളൂ. ഓക്കെ ആണോ? അതായത് ഒരു പ്രോഡക്റ്റുമായിട്ട് ഡയറക്ട്ലി ബന്ധമുള്ള പാക്കിംഗ് മെറ്റീരിയൽ ആണെങ്കിൽ അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിരിക്കും. പക്ഷെ ഇൻഡയറക്ട്ലി മാത്രമേ ബന്ധമുള്ളെങ്കിൽ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിരിക്കും. ഒരു ബിസ്ക്കറ്റ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ബിസ്ക്കറ്റിന്റെ കവർ ഡയറക്റ്റ് എക്സ്പെൻസിന്റെ ഭാഗമായിട്ട് വരും. പക്ഷെ ഇങ്ങനെ കുറെ ഒരു 100 പാക്കറ്റ് ബിസ്ക്കറ്റ് ഒരു വലിയ കാർട്ടണിലാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ആ കാർട്ടൺ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിരിക്കും. കാരണം ആ ചെറിയ പാക്കറ്റ് ഇല്ലെങ്കിൽ ആ ഗുഡ്സ് മാർക്കറ്റ് റെഡി ആകത്തില്ല. സോ അത് പ്രൊഡക്ഷന്റെ ഭാഗം തന്നെയായി കൺസിഡർ ചെയ്യും. പക്ഷെ പിന്നീട് പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ പിന്നീട് ബാക്കിയുള്ളത് മാർക്കറ്റിംഗും അല്ലെങ്കിൽ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് പ്രൊഡക്ഷനുമായി ബന്ധമില്ല. സോ അത് ഇൻഡയറക്റ്റ് ആയിട്ടേ കാണത്തുള്ളൂ. ഇത്ര ഓർത്താൽ മതി. ബിസ്ക്കറ്റിന്റെ കേസിൽ ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് ഡയറക്റ്റ് എക്സ്പെൻസിന്റെ ഗണത്തിൽ വരുന്ന ഒരു പാക്കിംഗ് ആയിരിക്കും. അതെല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു വലിയ കാർട്ടൺ അല്ലെങ്കിൽ ഒരു വലിയ കണ്ടെയ്നർ അതിനകത്ത് ഇട്ടിട്ടാണ് അത് ട്രാൻസ്പോർട്ട് ചെയ്തത്. ആ കണ്ടെയ്നർ എന്തിന്റെ ഭാഗമായിട്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടേ കണക്കാക്കത്തുള്ളൂ. അത് ട്രേഡിംഗ് അക്കൗണ്ട് വരത്തില്ല, നമ്മുടെ രണ്ടാമത്തെ അക്കൗണ്ട് ആയിട്ടുള്ള P&L അക്കൗണ്ടിലേ വരത്തുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഡെബിറ്റ് സൈഡിൽ ഉള്ളത്. ഇനി ബാലൻസ് ചെയ്യുമ്പം നമുക്ക് ബാലൻസ് കിട്ടുന്നത് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ അത് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനീസ് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിഡക്ടിങ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡ്യൂസിങ് ആൻഡ് സെല്ലിംഗ് ഇറ്റ്സ് പ്രോഡക്റ്റ് ടു സർവീസ്, പ്രോഡക്ട്സ് ഓർ സർവീസ്. നമ്മുടെ പ്രോഡക്റ്റും സർവീസും സെല്ല് ചെയ്ത് ഒരു കമ്പനിക്ക് കിട്ടുന്ന ലാഭം. മനസ്സിലായ? പ്രോഡക്റ്റും സർവീസും സെല്ല് ചെയ്ത് മാത്രം, അതായത് ട്രേഡിങ്ങിലൂടെ മാത്രം കിട്ടുന്ന പ്രോഫിറ്റ്, അതാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മളുടെ റവന്യൂ, അതായത് സെയിൽസ്, അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ മതി, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. സോ ഇത്രയും കാര്യങ്ങളാണ് ഏത് സൈഡിൽ വരുന്നത്? ഡെബിറ്റ് സൈഡിൽ വരുന്നത്. ഒന്നുകൂടെ പറയാം.